ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. കുറേ പേര് എന്നോട് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറയാറുണ്ടെങ്കിലും ഞാൻ പാരൻറ്റിങ്ങിനെ കുറിച്ച് അങ്ങനെ പറയാൻ അത്രയ്ക്കായോ എന്ന് എനിക്ക് സംശയം. കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടോ ഞാൻ. പക്ഷേ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുറച്ച് ടിപ്സ് പറയാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുതലുള്ളവർ കൂടുതൽ ടിപ്സ് കമൻസിൽ പറഞ്ഞാൽ അത് എനിക്കും മറ്റുള്ളവർക്കും ഉപകാരമായിരിക്കും. ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും പാരൻറ്റിങ് സ്റ്റൈല് വ്യത്യാസമായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ സ്വഭാവം അനുസരിച്ചും നമ്മുടെ സ്വഭാവം അനുസരിച്ചും നമ്മൾ ജീവിച്ച സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളുടെ ടിപ്സ് കേട്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫിലേക്ക് അത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ കണ്ടിട്ട് അതുപോലെ എൻ്റെ കുട്ടികളാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവരുടെ സാഹചര്യങ്ങളല്ലല്ലോ നമ്മുടെ. അപ്പോൾ നമ്മുടെ ഉള്ള സാഹചര്യത്തിലും നമ്മുടെ ക്യാരക്ടർ അനുസരിച്ചും നമ്മുടെ മക്കളിൽ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ട് കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ രണ്ടുപേരും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എൻ്റെ മക്കൾ അങ്ങനെയാണ്, രണ്ട് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ നോക്കി വളർത്തേണ്ട രീതിയും രണ്ട് രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ആദ്യം ചെയ്യേണ്ട കാര്യം, എനിക്ക് തോന്നുന്നത്, നമ്മുടെ കയ്യിൽ കുറച്ച് മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം ശരിയാക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേയും കൂടി നന്നായിട്ട് ക്ലിയറായിട്ട് കാര്യങ്ങൾ ചെയ്താലാണ് മക്കളെ ഉപദേശിക്കുമ്പോഴും അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴും നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊന്നും ചെയ്യാതെ കുട്ടികളോട് മാത്രം ഫുൾ ടൈം കറക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥമില്ല. അത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ, ഓക്കെ ഞാൻ കുറേ കൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളോട് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്യാത്തൊരു കാര്യം എൻ്റെ മക്കളോട് പറയുമ്പോൾ എനിക്കൊരു കുറ്റബോധമാണ്, ഞാനത് കറക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന്. ഓരോ കുട്ടികളുടെയും പേഴ്സണാലിറ്റിയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ രണ്ട് മക്കളും രണ്ട് ടൈപ്പ് സ്വഭാവമാണ്. അവരോട് രണ്ടുപേരോടും വ്യത്യസ്തമായ രീതിയിൽ ഡീൽ ചെയ്താലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു മോളുണ്ടായി കഴിഞ്ഞ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ രണ്ടാമത്തെ മകളുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു മൂത്ത മോൾക്ക് ഞാൻ ചെയ്തല്ലേ പഠിപ്പിച്ച കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ രണ്ടാമത്തെ മോളുണ്ടായപ്പോൾ അതൊക്കെ ശരിയാക്കി ക്ലിയർ ആയാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ വന്നപ്പോൾ അവൾ ടോട്ടലി വേറൊരു സ്വഭാവം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ വീണ്ടും പഠിക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ക്യാരക്ടർ അനുസരിച്ച് അവരെ ഡീൽ ചെയ്യാൻ നമുക്കൊരു കഴിവുണ്ടാവണം. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ എന്നെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ ചേട്ടനാണ് ചിലപ്പോൾ ഒരു മോളെ ഡീൽ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പറ്റുക. മേ ബി അവരുടെ ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി സിങ്ക് ആവണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവാം. അല്ലെങ്കിൽ ഞാനാണ് ഒരു മോളായിട്ട് സിങ്ക് ആവണമെന്ന് വെച്ചാൽ അങ്ങനെ ആവാം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് കുട്ടികളെ നമുക്ക് പറ്റിയാലാണ് അതനുസരിച്ച് അവരെ വളർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓരോ സമയത്തും അവരുടെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരും. പ്രത്യേകിച്ച് ടീനേജറിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുട്ടികൾ തന്നെയായിരുന്നു ചെറുപ്പത്തിലായിരുന്നത്, ഇവരൊക്കെ എന്തൊരു സ്നേഹത്തിലും എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ബിഹേവ് ചെയ്ത്, ഇപ്പോൾ ഇവർക്ക് എന്താ പറ്റി, എന്താ ഇവർക്ക് പെട്ടെന്ന് ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണില്ലല്ലോ എന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വരും. ഒരു ടൈമൊക്കെ കടന്ന് വരണം. നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചാൽ മതി. അപ്പം നമുക്ക് നമ്മുടെ മക്കളുടെ അവസ്ഥ ആലോചിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ആ ഏജിൽ, അതിൽ നിന്ന് നമ്മളിപ്പോൾ എന്തോരം മാറി. അപ്പോൾ അതേ പ്രായത്തുമ്പോഴേക്കും അവരും കുറേ കൂടി മാറും. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യമല്ല ഇപ്പോഴത്തെ ഭയങ്കര വ്യത്യാസമായി. മോഡേൺ ടെക്നോളജി ഉണ്ട്, കുറേ കൂടി കുട്ടികൾക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഉള്ള സമയത്തെ ഫെസിലിറ്റീസ് അല്ല, അവർക്ക് ഒന്നും കൂടി കുറേ കാര്യങ്ങൾ. നമ്മൾ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് പരമാവധി നല്ല രീതിയിൽ എല്ലാ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പാരൻസാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികളും അധികം ബുദ്ധിമുട്ടുകൾ അങ്ങനെ അറിയുന്നില്ല. കുറേ ബുദ്ധിമുട്ട് നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾ അവരെ അറിയുന്നില്ല. നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ലൈഫ് അവർക്ക് കൊടുക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടുകൾ അറിയാത്തതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവർക്ക് എങ്ങനെ ഡീൽ ചെയ്യണമെന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അവരോട് നമ്മുടെ പഴയ കഥകൾ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് അന്ന് ഇങ്ങനെ കിട്ടിയത് അങ്ങനെ കിട്ടിയെന്ന് പറയുമ്പോൾ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത് ഫീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അവരങ്ങനത്തെ സാഹചര്യം നേരിടാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണില്ല. കാരണം നമ്മളെല്ലാം ഒരുവിധം അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നമ്മൾ കുറേ പഴങ്കഥകൾ പറയുന്നതിലുപരിയായിട്ട് നമ്മുടെ വീട്ടിലിപ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം പറയുമ്പോഴേക്കും ചെയ്തു കൊടുക്കാതെ ഓരോ കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ വാല്യൂയും ബുദ്ധിമുട്ടും കുറച്ച് ദിവസം അവർ മനസ്സിലാക്കണം. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു, നമുക്ക് എങ്ങനെയാണ് പൈസ നമ്മുടെ കയ്യിൽ വരുന്നത്, എങ്ങനെയാണ് ഓരോ സാധനങ്ങൾ മേടിക്കാൻ പോകുക, അതിൻ്റെ പൈസ, അതിൻ്റെ കാര്യങ്ങൾ അവരോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചെറിയ കുട്ടികളായാലും അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവർക്കൊന്നും മനസ്സിലാവുമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ പോകുമ്പോൾ, ഞാനല്ല, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡാണ് കുറേയും കൂടി സാധനങ്ങൾ വാങ്ങലും അതിൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ വാല്യൂ അത്. അപ്പോൾ നമ്മളതങ്ങനെ പറഞ്ഞ് കുട്ടികളോട് നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനെ ഡീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി സാഹചര്യം മനസ്സിലാക്കി ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് പോകാനായിട്ട് പറ്റും. അപ്പോൾ പഴയ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ സാഹചര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ കുട്ടികളെ ചെറുപ്പത്തിലേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും നോക്കുക. പിന്നെ വരുന്ന വലിയൊരു പ്രോബ്ലമാണ്, പലരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഫോണിൻ്റെ യൂസേജ്. ഫോണിൻ്റെ യൂസേജ് എങ്ങനെ കുട്ടികളിൽ നമുക്ക് ശ്രദ്ധിക്കാം, അതെങ്ങനെ കൺട്രോൾ ചെയ്യാം, എത്രത്തോളം ഉപയോഗിക്കാൻ കൊടുക്കണം എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ
പലപ്പോഴും കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് എല്ലാവരും ചോറ് കഴിക്കുമ്പോഴേക്കും അത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫോൺ ആദ്യം കാണിച്ചു തുടങ്ങും. പിന്നീട് കുട്ടികൾക്ക് ഫോൺ ചില കുട്ടികൾക്ക് ഫോൺ മാറ്റാനേ പറ്റാത്ത പോലെയാണ്. മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര വാശിയും ദേഷ്യവും ഇതൊക്കെയാണ്. അപ്പോൾ തുടക്കത്തിൽ മിസ്റ്റേക്ക് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജോലി ഈസിയാക്കാൻ വേണ്ടി നമ്മൾ ഫോൺ കാണിക്കുന്നത്. ചില സമയത്ത് നമുക്ക് നിവൃത്തിയുമില്ല. പണ്ടൊക്കെ പുറത്ത് പോയി കാഴ്ചകൾ കാണിച്ചു കൊടുത്ത് ഭക്ഷണം കൊടുക്കാനുള്ള ടൈമൊക്കെ ഉണ്ട്. ഇപ്പം അതില്ല, നമുക്ക് ജോലിക്ക് പോകണം, ബിസിയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഫോൺ കൊടുത്ത് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ടാണ് ആദ്യം ശീലിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നീട് അവർ വാശി പിടിക്കുമ്പോൾ ഒക്കെ നമ്മൾ ഫോൺ കയ്യിൽ കൊടുത്ത് ഗ്രാജുവലി അത് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അതൊക്കെ ഞാൻ എൻ്റെ മക്കൾക്കും ഒക്കെ ട്രൈ ചെയ്ത് അവസാനം എനിക്ക് പണി കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനീ പറയണത്. ഞാനും എൻ്റെ മക്കൾക്ക് ടി വി ഒക്കെ കാണിച്ചിട്ടാണ് ചോറ് കൊടുത്തിരുന്നത്. പിന്നീട് അത് കണ്ടില്ലെങ്കിൽ ചോറുണ്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലായി. അപ്പോൾ അത് കഴിഞ്ഞ് ഗ്രാജുവലി ഒരു LKG സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയില്ലേ, അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഫോണിൻ്റെ യൂസേജിൻ്റെ കൺട്രോൾ ചെയ്യാനായിട്ട്. കാരണം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജോലികളും ഒക്കെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ ഫോണൊക്കെ കാണുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഇത്ര സമയം അവർ സ്കൂളിലാണ്, ആ സമയത്ത് അവർ ഫോൺ യൂസ് ചെയ്യില്ല. അത് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ടൈം നമുക്ക് നല്ല രീതിക്ക് കുട്ടികളുടെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ഫോണിൻ്റെ അഡിക്ഷൻ നമുക്ക് കുറച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്തത്, ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം 1 മണിക്കൂർ TVയോ ഫോണോ യൂസ് ചെയ്യാനുള്ളൊരു ടൈമിങ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഫോണും TVയും ഏതാ വെച്ചാൽ അവരുടെ പ്രായം അനുസരിച്ച്, അപ്പോൾ ആദ്യം അവർ TV ആണ് കണ്ടിരുന്നത്, കുറച്ചും കൂടി വലുതായപ്പോഴാണ് ഫോണിൽ അവരിരുന്ന ഓരോ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയത്. ആ ടൈം കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്യും. അപ്പോൾ അത് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അവർക്ക് ദേഷ്യമാണ് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ, അവർക്ക് ഇഷ്ടമൊന്നുമല്ല. പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു ടൈം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ പ്രായത്തിനനുസരിച്ചിട്ട് സോഷ്യൽ മീഡിയ യൂസേജ് ശ്രദ്ധിക്കുക എന്നുള്ളത്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ TVയും ഫോണൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുക. അപ്പോൾ ഫോണിൽ സോഷ്യൽ മീഡിയ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതാണ് മെയിനായിട്ടും. എനിക്ക് യൂട്യൂബിൽ പ്രത്യേകത വീഡിയോസ് അപ്ലോഡിങ്ങും വീഡിയോസ് കാണലും മാത്രമേ ഉള്ളൂ, അത്രയാണ് അതിന് വരണേ. പക്ഷേ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നത് അതിൽ ചാറ്റിങ്ങും അങ്ങനെയുള്ള നമുക്ക് പല അറിയാത്ത ആളുകളായിട്ടുള്ള സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് കുറച്ചും കൂടി അതിലാണ്. അപ്പോൾ അത് പരമാവധി ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടേ അത് യൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം ചില കുട്ടികൾക്ക് പക്വത ഉണ്ടായിരിക്കും, ചിലർ അതനുസരിച്ചൊക്കെ ചെയ്യാൻ അറിയുമായിരിക്കാം. പക്ഷെ ചില കുട്ടികൾക്ക് അതിനുള്ള പക്വതയില്ല. ചില പാരൻസിന് അത് അറിയില്ല, എന്താ അവർ ചെയ്യണേന്ന് അറിയില്ല, ഫോൺ അവർ കൊണ്ടുപോകുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് പക്വത ഉണ്ടാകും. കുട്ടികൾക്ക് എങ്ങനെ അത് ഡീൽ ചെയ്യണം അവർ പഠിക്കും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സേഫ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഒരു +2 വരെയുള്ള കുട്ടികൾക്ക് എത്രത്തോളം അറിവുണ്ടാവും, എത്രത്തോളം ലോകവിവരമുണ്ടാവും. അപ്പോൾ ആ കുട്ടികൾ ഇതുപോലുള്ള അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്നൊരു കാര്യമാണ് കുട്ടികളത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഭൂരിഭാഗം കുട്ടികൾക്ക് ഇതുപോലുള്ള അക്കൗണ്ടുകൾ ഏകദേശം ഒരു 11-12 വയസ്സ് മുതൽ അവർ ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് അത് യൂസ് ചെയ്യാൻ തുടങ്ങും. പല പാരൻസിന് അറിയുന്ന പോലും ഇല്ല കുട്ടികൾക്ക് ഇങ്ങനെ അക്കൗണ്ടുകളുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇനി ഇവർക്ക് ഇങ്ങനെ അക്കൗണ്ട് ഉണ്ട്, ഈ അക്കൗണ്ട് ഇല്ലാത്തതുപോലുള്ള കുട്ടികളെ അവർ കളിയാക്കുകയും നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതില്ലാത്തവർക്കും കോംപ്ലക്സ് അടിച്ചിട്ട് ഇനി പാരൻസ് സ്ട്രിക്റ്റ് ആണെങ്കിൽ അവരറിയാതെ അത് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും അവർക്ക് വരും. അപ്പോൾ അത് കുട്ടികൾ തമ്മിൽ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം മെയിനായിട്ടും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം അതാണ്. അത് ആർക്കും ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ മക്കൾ എന്താണ് ഫോണിൽ ചെയ്യണേന്ന് ഒരു 10 വയസ്സ് 11 വയസ്സാകുമ്പോഴേക്കാണ് ഇവരിത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികളെ കളിപ്പാട്ടം മേടിച്ചെടുക്കുന്നാലും ഫോൺ കൊടുത്തിട്ട് പിന്നെ അതങ്ങനെ ശ്രദ്ധിക്കാതെ പോയി ഭാവിയിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ അവരുടെ അത് മേടിക്കാനും പറ്റില്ല. അപ്പോൾ ടീനേജിലേക്ക് എത്തുന്നതിന് മുൻപ് ഫോൺ എങ്ങനെ നന്നായി യൂസ് ചെയ്യണമെന്നും എന്തൊക്കെ അതിൽ യൂസ് ചെയ്യണം എന്നുള്ളൊരു അറിവ് കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. അത് വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. നമ്മൾ ടീച്ചേഴ്സിനെയും എല്ലാവരെയും പോയിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ മക്കളെ ക്ലിയർ ചെയ്യാൻ വീട്ടിൽ നിന്ന്. അങ്ങനെ വരുമ്പോഴാണ് ടീച്ചേഴ്സിനും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പല കുട്ടികളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഫോൺ ഉപയോഗിച്ച ശേഷമുള്ള പല പ്രോബ്ലങ്ങളാണ്. അതിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്കില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള സങ്കടം. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അവർ ഉപയോഗിക്കുന്ന ഫുഡുകളായാലും അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങളായാലും ഫോണിൽ കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് അവർ കമ്പയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ പല പരിചയമില്ലാത്തവരോട് സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും പല പുതിയ കാര്യങ്ങൾ അറിവുകൾ കിട്ടുകയും അതും പ്രായത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അറിവുകൾ അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ വരുന്നൊരു ഭവിഷ്യത്ത് എന്താവുമെന്ന് നമുക്ക് ആലോചിച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എന്താണ് ഫോണിൽ ചെയ്യണേന്നുള്ളൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഭാവിയിൽ നമുക്ക് വിഷമിക്കേണ്ടി വരില്ല. അത് കുട്ടികളുടെ ഏജ് അനുസരിച്ചിട്ട് അവരോട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ ഒരാൾ ടീനേജറും ഒരാൾ ചെറിയ കുട്ടിയായിരിക്കും. രണ്ടാൾക്കും 2 രീതിയിലായിരിക്കും നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ ചെറിയ കുട്ടിക്ക് തോന്നും ചേച്ചിക്ക് എന്തോരം ഫ്രീഡം കൊടുക്കണം, എനിക്ക് ഇത്ര ഫ്രീഡം തരുന്നില്ലല്ലോ, എനിക്ക് എന്തോരം അമ്മ എന്നോട് അങ്ങനെ പറയണം ഇങ്ങനെ പറയണം അങ്ങനെ തോന്നും. മൂത്തവർക്കാണെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ സ്ട്രിക്റ്റ് പിടിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ് അധികം കൊടുക്കുമ്പോൾ ജോലികൾ അധികം കൊടുക്കുമ്പോൾ അവർക്ക് ദേഷ്യമാണ്. എന്താ ചെറിയ ആൾക്ക് ഇത്ര കൊടുക്കാത്തതെന്ന്. ആ നേരത്തെ അവർക്ക് ഏജ് ഡിഫറൻസ് ഒന്നും അവരുടെ മൈൻഡിലില്ല.
നമുക്കാണ് ഏജ് ഡിഫറൻസും അവരുടെ പക്വതയൊക്കെ അറിയുന്നത്. പക്ഷെ കുട്ടികൾക്ക് അതറിയില്ല. അവർ എപ്പോഴും കമ്പാരിസനാണ്, ഇതെന്താ അങ്ങനെ 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 അതും പറഞ്ഞിട്ട് പലപ്പോഴും കുട്ടികൾ തമ്മിൽ വഴക്കുകളും ഉണ്ടാവും നമ്മളിങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഏജ് അനുസരിച്ച് ഓരോ കുട്ടികൾക്കും ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ചെറിയ കുട്ടികളെ അതനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ കറക്റ്റ് ചെയ്തു പോവുക. അല്ലാതെ ഇപ്പോൾ മൂത്തവരിപ്പോൾ അവർ സോഷ്യൽ മീഡിയ, ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ മോള് പറയണേ എനിക്കും സോഷ്യൽ മീഡിയ വേണമെന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അവർ വാശി പിടിച്ചാലും അത് ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ കുട്ടികളുടെ ഏജ് അനുസരിച്ചിട്ട് അവരെ കാര്യങ്ങൾ നമ്മൾ റൂൾസ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ കുട്ടികളുടെ ക്യാരക്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞു പല കുട്ടികളും പല വ്യത്യസ്തമായ രീതിയിലുള്ള സ്വഭാവക്കാരായിരിക്കും. ഇപ്പോൾ 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേര് 2 തരമായിരിക്കും. ഇപ്പോൾ ഒരാൾ നന്നായി പഠിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ ക്രിയേറ്റീവ് കാര്യങ്ങളിലായിരിക്കും കൂടുതൽ കഴിവ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ അത് വെച്ച് കമ്പയർ ചെയ്ത് ഒരിക്കലും പറയരുത്. ഇപ്പോൾ നമ്മൾ പുറത്ത് സൊസൈറ്റിയിൽ പോകുമ്പോൾ പലരും നമ്മളെ കമ്പയർ ചെയ്യും. ചിലപ്പോൾ നമുക്ക് 2 കുട്ടികളെങ്കിൽ 2 പേരെയും നോക്കി അവർ കമ്പയർ ചെയ്യും. അവർക്ക് അങ്ങനെ മടിയൊന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ അത് കുട്ടികളെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കായാലും വേദനയാണ് അല്ലേ നമ്മൾ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതേ അവസ്ഥ തന്നെ വീട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വീട്ടിലാണ് അവർ ഏറ്റവും ഫ്രീഡത്തിലും സന്തോഷത്തിലും നിൽക്കേണ്ട ഒരു സ്പേസ്. അവിടെയും കൂടി നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ അവർക്കത് ഭയങ്കര വിഷമവും ഇറിറ്റേഷനും ആയിരിക്കും. പുറത്തൊന്നും ഒരു സപ്പോർട്ടില്ല, വീട്ടിൽ വരുമ്പോഴും ഇങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വളരെ സങ്കടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കമ്പയർ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക, അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്കും തോന്നും അയ്യോ കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോഴും അതേ വിഷമം തന്നെയാണ് അവർക്കും ഫീൽ ചെയ്യണത്. അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ കുട്ടികൾ പലരും പല രീതിയിലായിരിക്കും. ചില കുട്ടികൾ നന്നായിട്ട് ഇപ്പോൾ ക്ലാസ് വിട്ട് വന്ന് നല്ല വിശേഷം പറയും, സംസാരിക്കും. ചില കുട്ടികൾ അധികമൊന്നും വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിലാവില്ല, അധികം സംസാരിക്കില്ല. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടൊരു ടൈം വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അവരോട് സംസാരിക്കുക. അപ്പോൾ അത് ഓരോ കുട്ടികളും അവരോട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വർത്താനം പറയും. ഒരുമിച്ചിരുന്ന് ഗ്രൂപ്പായിട്ട് പറയുന്നതല്ല, സെപ്പറേറ്റ് സംസാരിച്ചാലാണ് ചെറിയ ചെറിയ അവരുടെ മാറ്റങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അല്ലാതും അവർ പറയണമെന്നില്ല, ഉള്ളിൽ അവരുടെ പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഒറ്റയ്ക്ക് ഇരുത്തി അവരോട് ഒരു 10-15 മിനിറ്റ് സംസാരിക്കുമ്പോൾ അവർ പതുക്കെ ഓപ്പൺ അപ്പ് ചെയ്യും. നമ്മൾ ഈ ജോലി ചെയ്യുന്നതും അധ്വാനിക്കുന്നതൊക്കെ നമ്മുടെ വീടിനും മക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മക്കളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ നമുക്ക് സമയമില്ലാതെ നമ്മൾ ഒന്നിനും പുറകെ പോയിട്ട് കാര്യമില്ല പറ്റുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞ് ഒരു +2 കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ ഇത്രയും ടൈം നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ടൈമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈം കുറച്ചും കൂടി അവരുടെ കൂടെ ഇരിക്കാനായിട്ട് നോക്കുക. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ കുറച്ച് റൂൾസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കുക. കുറേ അല്ല, നമ്മുടെ റുട്ടീൻ അല്ലാതും ഫോളോ ചെയ്യിപ്പിക്കാൻ വെച്ചാൽ കുട്ടികളെ ഭയങ്കര പാടാണ്. ചെറുതിലൊക്കെ എൻ്റെ മക്കൾ പറയുമ്പോഴേക്കൊക്കെ വേഗം ചെയ്യും കേട്ടോ. വലുതാവും തോറും അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് കുറയും. പ്രത്യേകിച്ച് ടീനേജിലേക്ക് എത്തുമ്പോൾ അവർക്ക് നമ്മൾ റുട്ടീനൊക്കെ പറഞ്ഞു ചെല്ലുമ്പോൾ അവർക്ക് ഇറിറ്റേഷനാണ്. അവർക്ക് വേറെ പല കാര്യങ്ങളും അവരുടെ പ്ലാൻ ചെയ്ത് അവരുടെ രീതിയിൽ ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ റുട്ടീൻ അവരുടെ മേത്ത് അടിച്ചേൽപ്പിക്കുന്നതും ശരിയല്ല. പക്ഷേ കുറച്ച് സെറ്റ് ഓഫ് കാര്യങ്ങൾ നമ്മൾ വീട്ടിലെല്ലാവരും ഒരുപോലെ ചെയ്യണം എന്നുള്ളൊരു റൂള്, അത് സാധിക്കുന്നവർ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ ടൈമിങ് അതനുസരിച്ച് ചിലവർക്കൊക്കെ മാറ്റങ്ങൾ വരാം. എന്നാലും പരമാവധി ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എല്ലാവരും ഒന്നിച്ച് കഴിക്കാനായിട്ട് നോക്കുക. ഉച്ചയ്ക്ക് വീട്ടിലിപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ മുടക്ക് ദിവസങ്ങളാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് ഒരു ടൈമിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഡിന്നറാണെങ്കിലും ഒരുമിച്ച് ഒരു ടൈമിൽ ഇരിക്കാൻ നോക്കുക. ആ സമയത്ത് ആരും ഫോണോ കാര്യങ്ങളോ യൂസ് ചെയ്ത് എല്ലാവരും ഫാമിലി ടൈമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയമായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയങ്ങൾ പ്രത്യേകിച്ച് അവധി ദിവസങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതൊരു റൂള് പോലെ വെക്കുക. അത് നിർബന്ധമായിട്ട് അത് ഫോളോ ചെയ്യുക. കുറേ കാര്യങ്ങൾ നിയമങ്ങൾ വെക്കരുത്. കുറച്ച് ഇങ്ങനെ ഫുഡിൻ്റെ ടൈമിങ്ങോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന ടൈമോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പണ്ടത്തെ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻറ്റിങ് സ്റ്റൈലായിരുന്നു. പിന്നീട് പറഞ്ഞു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലായിരിക്കണം പാരൻസ്. അങ്ങനെ വരുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടി അവർ ഓപ്പണായിട്ട് പറയുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓവർ ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാലും പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന പോളിസി സ്ട്രിക്റ്റ് പ്ലസ് ഫ്രണ്ട്ലി, അതായത് ആവശ്യത്തിനുള്ള ചില കാര്യങ്ങൾ സ്ട്രിക്റ്റും ചില കാര്യങ്ങളിൽ ഫ്രണ്ട്ലി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പാരൻ്റ് എന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് അവർക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് നോ പറയുക തന്നെ വേണം. എന്നാൽ ചില കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ നമുക്കത്ര ഇതല്ലെങ്കിലും അത് വലിയ പ്രോബ്ലം ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവരോട് ഫ്രണ്ട്ലി ആയിട്ട് അതിന് ഓക്കെ പറയും വേണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ എന്ത് കാര്യങ്ങളാണെന്ന് എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അത് സാഹചര്യം പോലെ ഇരിക്കും. ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് ആ സമയത്ത് ഭയങ്കര വൈരാഗ്യവും ദേഷ്യം ചിലപ്പോൾ തോന്നാം നമ്മൾ നോ പറയുമ്പോൾ. പക്ഷേ ഭാവിയിൽ അവർ പറയും അമ്മ അത് പറഞ്ഞത് നന്നായി, അമ്മ അന്ന് സ്ട്രിക്റ്റ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു, ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആവാൻ എനിക്ക് പറ്റി, അമ്മ സ്ട്രിക്റ്റ് പിടിച്ചു എന്ന് അവർ പറയും. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓക്കെ എൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ഇങ്ങനെ കാര്യത്തിൽ വെച്ചുകൊണ്ട് നന്നായി നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ അവർക്കും ഭാവിയിൽ തോന്നാം.
ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ജോലികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിർത്തി അവരെ ചെയ്യിപ്പിക്കുക. അപ്പോൾ ചെറുതായിരുന്നപ്പോൾ എൻ്റെ മക്കളൊക്കെ എൻ്റെ കൂടെ സഹായിക്കാൻ നന്നായിട്ട് വരാറുണ്ടായിരുന്നു കേട്ടോ. വലുതാവുമ്പോഴാണ് അവർക്ക് ഭയങ്കരമായിട്ട് മടി വരിക. പിന്നെ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറയുമ്പോൾ ഒരു ദേഷ്യവും ഇതൊക്കെ ആട്ടോ. എന്നാലും അവരങ്ങനെ ദേഷ്യവും കാര്യമൊക്കെ കാണിക്കും. നമ്മൾ ചെയ്യുമ്പോൾ അവരതൊന്നും മര്യാദയ്ക്ക് ചെയ്യാതാവുമ്പോൾ നമ്മൾ പറയും പോയിക്കോ ഇനി മതി ഈ പണി നിൻ്റെ കൂടെ ചെയ്യുന്നതിലും ഞാൻ ചെയ്യാത്ത കാരണം നമ്മൾ ആകെ വഴക്കാവും. ഇപ്പോൾ പ്രത്യേകിച്ച് ടീനേജേഴ്സൊക്കെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും, മടുപ്പൊക്കെ വരുമ്പോൾ. പക്ഷേ നമ്മൾ അവരെ പറഞ്ഞു വിടരുത്. നമ്മൾ അങ്ങനെ വിടാൻ തുടങ്ങിയാൽ പിന്നെ അവർ വരില്ല ഒന്നിനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സമയമുള്ള അവർക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ കൂടെ നിർത്തിയാൽ ചെയ്യിപ്പിക്കുക. കുറച്ച് നേരം ദേഷ്യം വരുമെങ്കിൽ ഇത്തിരി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സൊക്കെ സംസാരിച്ച് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരത് ആ ദേഷ്യമൊക്കെ അവരെ മാറും, അവർ തനിയെ ചെയ്യാൻ തുടങ്ങും. നമ്മളും കുട്ടികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തിരുന്ന് ഫോണൊക്കെ നോക്കിയിരിക്കും നമ്മളെ വിളിച്ചിട്ട് വന്നാൽ ആർക്കായാലും ദേഷ്യം വരില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് അവരെ ഏൽപ്പിക്കുക. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്ന് പെടില്ലേ, ആ സമയത്ത് അവർ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. വീട്ടിലാണ് അവർക്ക് മടി കാണിക്കാൻ പറ്റുക, പക്ഷെ ഒരാവശ്യമുള്ള സ്ഥലത്ത് എത്തുമ്പോൾ അവർ ആ മടിയൊക്കെ മാറ്റി വെച്ച് അത് കൃത്യമായിട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ കുട്ടികളെ വഴക്ക് പറയുന്ന സമയത്ത് പരമാവധി അവരെ റൂമിൽ കൊണ്ടുവന്ന് പറഞ്ഞ് വഴക്ക് പറയുക. എല്ലാവരും നിൽക്കുന്നൊരു സ്പേസിൽ നിന്ന് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഓളിയിട്ട് വഴക്ക് പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ അങ്ങനെ പറയേണ്ടി വരും. പരമാവധി കുറയ്ക്കുക. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിലെല്ലാവരും വിളിച്ച് ചീത്ത കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുക, ഭയങ്കര നാണക്കേടും ദേഷ്യവും സങ്കടവും അതേ ഫീൽ തന്നെയാണ് കുട്ടികൾക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ റൂമിൽ വന്ന് പ്രൈവറ്റായിട്ട് സംസാരിക്കുക. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് അവർ നല്ലതും പറയുക. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ അവിടെ മൊമെൻറ്റിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഓളിയിടും. ആ സ്വാഭാവികം ചില സമയത്തൊക്കെ അങ്ങനെ പറ്റിപ്പോവും. പക്ഷെ പരമാവധി അങ്ങനെ കുറയ്ക്കാൻ നോക്കുക. കാരണം അവർക്ക് ആ ഒരു ഇൻസൾട്ട് അങ്ങനെ കേൾക്കുന്ന ആ വഴക്കുണ്ടല്ലോ എല്ലാവരും മുമ്പിൽ, അത് അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ മക്കളോട് സാധാരണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന അവരോടും നന്നായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നമ്മുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കുട്ടികളോട് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അവരുടെ ഒരു ലോകമെന്ന് പറയുന്നത് ഫോണിൽ കാണുന്ന കാഴ്ചകളും അവരുടെ ഫ്രണ്ട്സ് വരുന്ന കാഴ്ചകളും അതൊക്കെ ആയിരിക്കും. അതല്ലാതെ ഉള്ള കാര്യങ്ങൾ കുട്ടികളോട് നമ്മൾ വേണം പറയാൻ. പഠനം മാത്രമല്ല, പഠിച്ച് നടന്നിട്ട് കാര്യമില്ല. നമ്മൾ പറയില്ലേ ലോകത്ത് എന്താ നടക്കണേ, ആളുകളുടെ സ്വഭാവങ്ങൾ, കാര്യങ്ങൾ, ഒരാളുടെ വിഷമം മനസ്സിലാക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് നമ്മൾ നന്നായി കുട്ടികളോട് സംസാരിക്കണം. കുറേ കൂടി ബെറ്ററായിട്ട് കുട്ടികളെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഭാവിയിൽ എന്താവും നമുക്കറിയില്ല. കുട്ടികളാണ്, അവരുടെ മൈൻഡിൽ പല മാറ്റങ്ങൾ വരും, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഭാവിയിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഭാവിയിൽ കുറേ ടിപ്സ് അറിയുന്ന സമയത്ത് ഞാൻ വീഡിയോസായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതായിരിക്കും നല്ല കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ്